നേരം വൈകി നാട്ടാളെ കാണിച്ചാൽ ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് സൺഡേ ആയിട്ട് നമ്മള് കുക്കിംഗ് വീഡിയോ അല്ല, നമ്മൾ എവിടേക്ക് എക്സ്പ്ലോർ ചെയ്യാനും പോവല്ല. നമ്മളൊന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, ബിട്ടോ. അപ്പൊ ബിട്ടോന്റെ മോളുണ്ട് ഹേസലുന്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന് നമ്മളെന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഗിഫ്റ്റ് ഒക്കെ വാങ്ങി, ഗിഫ്റ്റ് വാങ്ങാൻ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളൊരു ഉടുപ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതായിട്ട് നമ്മള് പോവുകയാണ്. അപ്പൊ നമ്മൾ കുറച്ച് ലേറ്റ് ആയി. നമ്മളോടൊരു 11 മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്താൻ പറഞ്ഞല്ലേ. നമ്മളെന്നും ബിട്ടോന്റെ വീട്ടിൽ പോകുമ്പോ കുറച്ച് ലേറ്റ് ആകും. അതെന്താന്ന് അറിയില്ല, ആ വഴി പോകുമ്പോ എന്നും ലേറ്റ് ആകും. അപ്പൊ ഇപ്പൊ ഒരു 12 മണി ആവാറായി. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് നിങ്ങൾക്കെല്ലാം അവിടുത്തെ സെലിബ്രേഷനും ഫുഡും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. പറയട്ടെ, കണ്ടാട്ടിന് എന്താണ് ഹേസലിന്റെ ബർത്ത്ഡേ ആയിട്ട് പറയാനുള്ളത്? നല്ല കൊച്ചാണ്, വളരെ മാന്യം. പിന്നെന്താ വെച്ചാല് ബിട്ടോനെ എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്. ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് എനിക്ക് പരിചയമില്ല. ഞാൻ അവിടെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ജോലിക്ക് കയറിയ ഫസ്റ്റ് കമ്പനി, ഞാൻ അവിടെ ആ കമ്പനിയിൽ 5 വർഷമായി. ആ കമ്പനിയിൽ ജോലിക്ക് കയറി അന്ന് മുതൽ എനിക്ക് അറിയുന്ന ഒരാളാണ് ബിട്ടോ. അപ്പൊ ബിട്ടോന്റെ കല്യാണം കഴിഞ്ഞതും ബിട്ടോന്റെ വൈഫ് ഇവിടെ ഹോസ്റ്റലിലേക്ക് മൂവ് ചെയ്തതും അവർക്ക് കൊച്ചുങ്ങളുണ്ടായതും ഒക്കെ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ കൊച്ചിലേക്ക് ചെറുപ്പം തൊട്ട് അറിയാവുന്ന കൊച്ചാണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നാട്ടില് മാമോദിസക്ക്, അതായത് കൊച്ചിന്റെ മാമോദിസ ഒരു നാട്ടിൽ വെച്ചിട്ട് നടത്തിയാണ്. അപ്പൊ ആ ഫംഗ്ഷന് പങ്കെടുത്തിട്ട് ചില ആൾക്കാരുടെ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് കൊണ്ട് നമ്മള് ലേറ്റ് ആയി. അന്ന് കെരാറ്റിൻ ട്രീറ്റ്മെന്റിന് പോയ ദിവസമായിരുന്നു ഇവളുടെ ഫസ്റ്റ് മാമോദിസ. അപ്പൊ അന്ന് നമ്മളോട് 3 മണിക്കൂർ മതി പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയതാണ്. അവർ കഴിഞ്ഞിട്ട് അവിടെ പോവാനോന്ന് വെച്ചിട്ട്. അതായത് കസിന്റെ തന്നെ ഒരു സ്ഥലമുണ്ട് എറണാകുളത്ത്, അവിടെ വെച്ചിട്ടാണ് കെരാറ്റിൻ ചെയ്യുന്നത്. അപ്പൊ എല്ലാരും പോയി കെരാറ്റിൻ ചെയ്യണം. രാവിലെ നല്ല അടിപൊളി രാഹുൽ രമേശ് വർക്കൊക്കെ അടിപൊളിയാണ്. രാവിലെ 9 മണി 10 മണിക്ക് വന്നപ്പോ എന്നോട് പറഞ്ഞ് 3-4 മണിക്കൂറാണ് തീർത്തരാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഈവനിങ്ങിലാണ് ഈ മാമോദിസന്റെ ഫംഗ്ഷൻ. അഞ്ചു ചേച്ചി ആ വീട്ടിൽ കേട്ടില്ല. അല്ല, 5 ചേച്ചി ഇത് കാണുന്നെങ്കിൽ സത്യാവസ്ഥ. അപ്പോ 3-4 മണിക്കൂറാണ് തീർത്തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കേന്ന്. ഞാനവിടെ ഇരുന്നു. 3 മണിക്കൂർ കഴിഞ്ഞു, 4 മണിക്കൂർ കഴിഞ്ഞു, 5 മണിക്കൂർ കഴിഞ്ഞു. വൈകിട്ട് 6 മണിക്കാണ് തോന്നുന്നത്, രാവിലെ 10 മണിക്ക്. എന്റെ ഒരു പോസ്റ്റാമിൽ നിങ്ങൾ ആലോചിക്കണം. ഞാനവിടെ വെറുതെ ഇരുന്നിട്ട് പാവം തോന്നിട്ട് ആ കടയിലുള്ള ഒരു ജോലിക്കാരൻ എന്നോട് പറഞ്ഞു മുടി ഒന്ന് കളർ ചെയ്ത് തരാം. എന്നിട്ട് എന്റെ മുടി കളർ ചെയ്ത് ഫ്രീ ആയിട്ട് ചെയ്തു. ഞാൻ പറയട്ടെ, അടിപൊളി കടയാണ്, നല്ല അടിപൊളി. എനിക്ക് 6:30 ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് 8 മാസം നിൽക്കും കെരാറ്റിൻ. 6:30 ഫംഗ്ഷൻ കഴിഞ്ഞോണ്ട് ഹേസലുവിന്റെ മാമോദിസ ഒന്നും കൂടാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ സംഭവം പ്രതികാരം തീർക്കേ അതിന്റെ ഇത് നികത്താൻ വേണ്ടിട്ട് നമ്മളിന്ന് രണ്ടാമത്തെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് പോവാണ്. പിന്നെ അതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയല്ലോ. നമുക്കും ഭയങ്കരമായിട്ട് താല്പര്യമുള്ള ഒരു ഫാമിലിയാണ്. കാരണം എനിക്ക് പ്രത്യേകിച്ച്, കാരണം ഇവിടെ തൃശ്ശൂരിൽ നിന്നുള്ള ആകെ ഒരൊറ്റ ഫാമിലി ഇവർ മാത്രമേ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നമ്മളിവിടെ എത്തി, ബിട്ടോന്റെ എത്തിയിട്ട് അകത്ത് പോയിട്ടുള്ള ബാക്കി വീഡിയോസ് നമുക്ക് കാണിച്ചു തരാം അല്ലേ? ഓക്കെ, ബൈ. വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി നല്ല ഉടുപ്പൊക്കെ ഇട്ട് വന്നേക്ക്. ഇതാണ് ബിട്ടോന്റെ വീട്. ഏത്? ഇതാണോ ബിട്ടോന്റെ കാറ്? ഇതാണ് ബിട്ടോന്റെ കാറ്. ബിട്ടോ ആട്ടോ. നേരം വൈകി നാട്ടാളെ കാണിച്ചാൽ ലേറ്റ് ആയി പോയോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു പറ.
ആളും ബഹളമൊക്കെ കണ്ടപ്പോ ഹേസൽ ചെറുതായിട്ടൊന്ന് വരണ്ടോന്ന് ഡൗട്ട് ഉണ്ട്. രേഷ്മ ഉടനെ ഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടോ. ഞങ്ങൾ ബാക്കി അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യായിരുന്നു. കണ്ണേട്ടൻ അവിടെ ബലൂണൊക്കെ വീർപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓൾറെഡി എല്ലാം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ബലൂൺ വീർപ്പിക്കാൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ബലൂൺ വീർപ്പിക്കുന്നതിൽ പണ്ടേ ഒരു തോൽവി ആയതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോയില്ല കേട്ടോ. ഞാൻ അവിടെ പുറത്തെ മഴയൊക്കെ കണ്ട് ഗാർഡനിലേക്ക് നോക്കിയിട്ട് ചുമരും ചാരി ചില്ല് ചെയ്ത് നിൽക്കുമായിരുന്നു. കണ്ണേട്ടനെ നോക്കിയപ്പോ കണ്ണേട്ടൻ അവിടെ ചെറിയ പിള്ളേരനെ വെറുപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. എവിടെ പോയാലും പിള്ളേരനെ വെറുപ്പിക്കുക എന്നുള്ളത് കണ്ണേട്ടന്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. പിള്ളേരൊക്കെ രണ്ടു വഴിക്കായിട്ട് ഓടുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ കണ്ണേട്ടനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അവരുടെ ഏജിലുള്ള ഒരാളെ കിട്ടിയ പോലത്തെ സന്തോഷമായിരുന്നു അവർക്ക്. പറ്റുന്ന പണിക്ക് നിന്നാ പോരെ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ബലൂൺ വീർപ്പിക്കുക എന്നുള്ളത് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല കേട്ടോ. എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാനൊരു ബലൂൺ പോലും വീർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ദൗത്യം വേണ്ടാന്ന് വെച്ച് വേറെ പണി നോക്കി പോയി. എല്ലാ അറേഞ്ച്മെന്റ്സും ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബലൂണൊക്കെ വീർപ്പിച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഇവരുടെ നെയ്ബർ ആയിരുന്നു ഈ ചേട്ടൻ. ഈ ചേട്ടന്റെ വൈഫാണ് കേക്ക് ഉണ്ടാക്കിയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കേക്ക് കാണാൻ. ശരിക്കും ഒരു വലിയ കേക്കും പിന്നെ കുറച്ച് കപ്പ് കേക്ക്സും ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഹേസലും എവിടേക്കാണ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് അറേഞ്ച് ചെയ്ത് വെച്ചതിന്റെ ഒക്കെ കുറച്ച് പിക്സ് ഒക്കെ എടുത്തു. പിക്സും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് ആകെ മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളെക്കാളും കൂടുതൽ ഹേസലൂന് വല്ലാതെ മടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് എത്രയും വേഗം ആ കേക്ക് ഒന്ന് കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു. അവൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും അതെ അങ്ങനെ തന്നെയായിരുന്നു. കേക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. നല്ല നല്ല കളർ കോമ്പിനേഷനും കൂടെ ആയിരുന്നു. ആ ഒരു തീം, യൂണിക്കോണിന്റെ തീമായിരുന്നു അവര് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാം കൂടെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇനി കേക്ക് മുറിക്കാനുള്ള പരിപാടികളിലേക്കാണ്. കേക്ക് കട്ടിംഗ് ഒക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പൊ ബിട്ടോ ക്യാമറയിലേക്ക് നോക്കാൻ പറഞ്ഞിട്ട് ഹേസലൂനെ പോസ് ചെയ്യിപ്പിക്കുകയാണ്. അവിടെ കണ്ണേട്ടനും അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിംഗ് ആയി. അവൾക്ക് കയ്യിലൊരു കപ്പ് കേക്ക് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് എത്രയും വേഗം ആ കേക്ക് വേണമെന്നുള്ള ചിന്തയായിരുന്നു. അപ്പൊ അവൾ ആദ്യം തന്നെ കപ്പ് കേക്ക് എടുത്ത് കൈ പിടിച്ചു. അതിന്റെ മുകളിൽ നക്കും നക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഞങ്ങളെല്ലാവരും സൈഡിൽ നിന്ന് പാട്ട് പാടുന്നുണ്ട്. കുറെ പേര് വീഡിയോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ട് കേക്ക് കട്ടിംഗ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ വായിൽ വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മളും പോയിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ. നമ്മൾ വീഡിയോസും ഫോട്ടോസും ആയിട്ട് കുറെ എടുത്തിട്ടുണ്ടായിരുന്നു. അവളെ കൊണ്ട് ക്യാമറയിൽ പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടാണ് ഈ കാണുന്നത്. അതിനുശേഷം ബാക്കിയുള്ളവരുടെ ഒക്കെ ഫോട്ടോസ് കണ്ണേട്ടൻ എടുത്തു കൊടുത്തു. അവിടെ എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഹേസലൂന്റെ കുറച്ച് സ്റ്റിൽ എടുത്തു കൊടുക്കുമായിരുന്നു. ഹേസലൂന്റെ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസ് ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു. രേഷ്മ അവിടെ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. ഞാൻ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് വേണം വേണം, ഞാൻ കഴിക്കാം. പിള്ളേരെ പേരും പറഞ്ഞിട്ട് കേക്ക് നമുക്ക് നിൽക്കുക. കേക്ക് കഴിക്കും. ഓ, പറയാൻ കാത്തിരുന്നോ? സിക്കി പിടിച്ചിട്ട് കേക്ക് എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ വട്ടയപ്പും ചിക്കൻ കറിയും കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. വട്ടയപ്പൊക്കെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു. ചിക്കൻ കറി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വട്ടയപ്പം അവരുടെ നാട്ടിലൊക്കെ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോ ഒരു സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നാണ് പറയണത്. ഞാൻ അതിന്റെ റെസിപ്പി ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. രേഷ്മ ഇതിനും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വട്ടയപ്പം ഉണ്ടാക്കുന്നതാണ് പറയണത്. പക്ഷെ ഇതിനും സോഫ്റ്റ് ആയിട്ട് എങ്ങനെ വട്ടയപ്പം ഉണ്ടാക്കുന്നുള്ളതിനെ പറ്റി എനിക്ക് യാതൊരു ധാരണയില്ല കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഈ വട്ടയപ്പും ചിക്കൻ കറിയും വെറും ഒരു സ്റ്റാർട്ടർ ആയിരുന്നു കേട്ടോ. സ്റ്റാർട്ടറിന് ശേഷം നമുക്ക് ഗീ റൈസ്, ചിക്കൻ കറി, ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. ഗീ റൈസ് ഒക്കെ ശരിക്കും നമ്മളുടെ മലപ്പുറം സൈഡിൽ കിട്ടുന്ന ഗീ റൈസ് പോലെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, ഒരുപാട് കഴിക്കുകയും ചെയ്തു. ബീഫ് ഫ്രൈ അതൊരു രക്ഷ ഉണ്ടായിരുന്നില്ല. സാലഡും ചമ്മന്തിയൊക്കെ അടിപൊളിയായിരുന്നു. ഗീ റൈസ് ഉണ്ടാക്കാൻ അവരുടെ നെയ്ബർ ആയിട്ടുള്ള ഫാമിലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചേച്ചിയും ചേട്ടനും അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രേഷ്മ പറയുന്നത് ഐസ്ക്രീമാണ്. രേഷ്മക്ക് ഇത് അറിയില്ല എന്നാണ് പറയുന്നത്. കുക്കീസ് ആൻഡ് ക്രീം. ഓക്കെ, ഇവിടെ പായസം. ഇതെല്ലാം കഴിഞ്ഞു ഗൈസ്. രേഷ്മ ഉണ്ടാക്കിയ പായസം ഞാൻ കഴിക്കണം. ഫുഡെല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് അതാണ് രേഷ്മ ഉണ്ടാക്കിയ പായസം. എല്ലാം തീർന്നു. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഫുഡിന്റെ വീഡിയോ എടുത്തില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. ഇതുപോലെ ഒന്നല്ല ഞാൻ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ണേട്ടൻ വീണ്ടും വെറുപ്പിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണേട്ടനെ തളയ്ക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പൊ വേഗം വീട്ടിൽ പോവാന്നുള്ള ഒരു മൈൻഡിലാണ് നമ്മൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. രാത്രി 7:30 കേട്ടോ നമ്മള് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോ. അപ്പൊ പിന്നെയും പിള്ളേരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ.
അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ വീഡിയോ. നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മളെല്ലാരും കൂടെ ലാസ്റ്റ് കുറെ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഇനി ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ.